എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ചായൻ സദ്യയുടെ അടുത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് അനീഷേട്ടാ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിഴങ്ങൻ താറാവ് റോസ്റ്റ്. കിഴങ്ങും താറാവ് റോസ്റ്റോ? അതേടി, കിഴങ്ങിട്ട താറാവ് റോസ്റ്റ്. ഓക്കെ ഓക്കെ. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ തന്നെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടുക് ഇടുന്നില്ലേ? കടുക് ഇത് റോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യത്തില്ല. നമ്മൾ റോസ്റ്റ് ഇവിടെ ആഡ് ചെയ്യത്തില്ല. ഒരു 5 സവോള ആ കണക്കിൽ കട്ട് ചെയ്താണ്. മതി. എന്താ വെച്ചാൽ നമ്മൾ ഡെക്കിനകത്ത് നല്ല പൊരി പൊളിക്കാത്ത താറാവായതുകൊണ്ട് നെയ്യ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ നെയ്യെല്ലാം കൂടെ കൂടുതലായിട്ട് പൊന്തിക്കാം. നമ്മൾ കൊടുക്കുന്നത് നാടൻ ഫുഡാണ്, ഹെൽത്തി ഫുഡ് വേണമല്ലോ. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 1.5 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക അല്ലേ? ഇല്ല, ഉപ്പ് നമ്മൾ ആഡ് ചെയ്യത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്യാൻ പാടില്ല. ഉള്ളി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ എണ്ണ വിട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. നമ്മളിതെല്ലാം നോക്കി കേട്ടോ, ഞാൻ പറയുമ്പോൾ ഇളക്കി കൊടുക്കണേ. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ടോ? ഒരു 3-4 പച്ചമുളക് കയറിയതും കൂടെ ആഡ് ചെയ്യാൻ. കിഴങ്ങും താറാവെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ മസാല കൂടി കഴിയുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. താറാവ് ചിലതൊക്കെ നല്ല മൂപ്പായിരിക്കും, ചിലത് എളുപ്പമുള്ള താറാവായിരിക്കും. നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുറച്ച് വെക്കാം. ഇവിടെ കാറ്റുള്ള കാരണേ ഈ കുക്ക് വന്നിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക്. ഞാൻ പറഞ്ഞില്ലേ, റോസ്റ്റിനൊക്കെ നമ്മൾ കൂടുതലും കുരുമുളക് ആയിരുന്നു. ഇതൊരു ചെറിയൊരു കളർ മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നത്. ഒരു 3 സ്പൂണ്, ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നോക്കിയിട്ട് നമുക്ക് വിടാം. ചെറിയൊരു കളറിന് വേണ്ടി ആഡ് യൂസ് ചെയ്യുന്നില്ല, ചെറിയൊരു കളറിന് വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ മീറ്റിൻ്റെ മസാലയാണ്. അല്ലല്ലോ, മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. നമ്മളിവിടുത്തെ റോസ്റ്റിൽ അങ്ങനെ 1.5 സ്പൂണ് മീറ്റ് മസാല. മസാലയുടെ ഒരു മണം പോകുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പോകുന്ന വരെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്ത നമ്മൾ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ആ പച്ച മണം പോകുന്ന വരെ മിക്സ് ചെയ്യണം. ഇല്ല, നമ്മൾ ആ മസാല ഞാൻ പറഞ്ഞില്ല, താറാവിന് നല്ല നെയ്യുള്ള താറാവാണ്. നമ്മളത് ഇത് ആ ഓയിൽ തന്നെ കിടന്നു. ഞങ്ങൾക്ക് ഓയിലുണ്ട്, അതിന് തെളിഞ്ഞ് കരുതുന്നു. നമ്മൾ നോക്കുമ്പോൾ ഓയിൽ കാണില്ല. നമ്മൾ ഇതിനകത്തേക്ക് 2 സ്പൂണ് കുരുമുളക് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഒരു ഐറ്റംസ് ചേർക്കാണ്ട് തേങ്ങാക്കൊത്ത് ചില ഒന്ന് ഇളക്കി കൊടുക്കണേ.
ചിലർ തേങ്ങക്കൊത്ത് ആഡ് ചെയ്യല്ല. നമ്മളിവിടെ റോസ്റ്റിന് നെക്ക് റോസ്റ്റിന് തേങ്ങക്കൊത്ത് ആഡ് ചെയ്യല്ല. അതിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് വലിയ ജീരക പൗഡറാണ്. 1 സ്പൂണ് വലിയ ജീരക പൗഡർ. ഇത് 1 സ്പൂണ് നമ്മൾ ഗരം മസാല നേരത്തെ പൊടിച്ചത്, 1/2 സ്പൂൺ കൂടുതൽ. നേരത്തെ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇട്ടായിരുന്നു നമ്മൾ ബീഫ് വളർത്തിൽ ചെയ്തായിരുന്നു. ഇതൊരു സ്മെല്ലിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇളക്കുമല്ലോ, ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതിനകത്ത് താറാവ് ഇടുകയാണ്. ഇതിപ്പോൾ അപ്പോൾ ഇളക്കിക്കോണം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഡക്കും, അതുപോലെ തന്നെ കിഴങ്ങും. മോള ഇളക്കിയാലേ മസാല ഇളക്കത്തില്ല. കുറച്ച് നമ്മൾ കൂട്ടി വെക്കേ. അപ്പോൾ മസാല കിടന്നത് പിടിച്ചിട്ട് മസാല പിടിക്കാനുള്ള ടൈം ഒന്ന് തള വന്നൊന്ന് പറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സാധനം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കാം. മസാല ഒക്കെ കയറി പിടിച്ച് ഒരു 5-6 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ നേരത്തെ പ്രീമിയം ലേശം ഉപ്പിട്ടായിരുന്നു. ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 3/4 സ്പൂൺ ഉപ്പോടെ ആഡ് ചെയ്യും. ചെറിയൊരു ഐറ്റംസുണ്ട്. നമ്മൾ മേളിൽ മല്ലിയില എടുത്ത് പോകണം. അതുമല്ലാതെ ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഐറ്റംസും കൂടെ ഇടാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് റെഡിയായല്ലോ, കിഴങ്ങിട്ട് താറാവ് റോസ്റ്റ് റെഡിയായി. ഇപ്പോൾ ലാസ്റ്റ് നമുക്കൊരു താളിപ്പുണ്ടായിരുന്നു. ചെറുള്ളി നമ്മളോട് മൂപ്പിച്ച് അതിന് മുകളിൽ കൂടെ അതോടുകൂടി നമ്മുടെ അച്ചാർ സദ്യയിൽ താറാവ് റോസ്റ്റ് റെഡി. ഓക്കെ, അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ വിളമ്പാൻ നേരത്തെ അതിൻ്റെ ഒരു ആ സ്മെല്ലും കാര്യങ്ങളാണ്. ഓക്കെ, വീണ്ടും അച്ചായൻ സദ്യയിലെ അടുത്ത ഐറ്റംസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബായ്. ഇതുപോലുള്ള വെറൈറ്റി ഫുഡുകൾ പരീക്ഷിക്കുവാനും പരിചയപ്പെടുവാനും വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.